എവ്രിവൺ, ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് റേഷ്യോസ് മൊഡ്യൂൾ 3 ആണ്. എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണം കേട്ടോ. എന്താണ് റേഷ്യോ? റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഏതെങ്കിലും ഫിഗേഴ്സ് തമ്മിലുള്ള ബന്ധം, രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് റേഷ്യോ. അക്കൗണ്ടിംഗ് റേഷ്യോയ്ക്ക് JB ബാറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിംഗ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് the significant relation which exists between figures shown in balance sheet, profit and loss account, in a budgetary control system or in any other part of the accounting organization. നമുക്ക് റേഷ്യോസ് 4 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈംസ്, ഫ്രാക്ഷൻ. മീനിങ് ഓഫ് റേഷ്യോ അനാലിസിസ്. It is a technique of analysis, comparison and interpretation of financial statements. Next, objectives or purpose of ratio analysis. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്? To study short-term solvency, to study long-term solvency, to determine profitability, to measure the performance, to facilitate comparison, to communicate the strength and weakness, and to enable managerial decision making, to facilitate the process of financial forecasting. Advantages or uses or utility of accounting ratios. അഡ്വാൻറ്റേജസിനെ 4 ഗ്രൂപ്പുകൾക്കുള്ള അഡ്വാൻറ്റേജസ്, 5 ഗ്രൂപ്പുകൾക്കുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്, അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്, അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ് ആൻഡ് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. ഓരോരുത്തരുടെയും കിട്ടുന്ന അഡ്വാൻറ്റേജസ് പോയിൻ്റായിട്ട് ഓരോന്നിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് എന്തിനും വരും, ഈ അക്കൗണ്ടിങ് ഡാറ്റയെ ബേസ് ചെയ്തുണ്ടാക്കുന്ന റേഷ്യോസിനും ഉണ്ടാവും. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ് ആൻഡ് നീഡ് ഫോർ കമ്പാരറ്റീവ് അനാലിസിസ്, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്, വിൻഡോ ഡ്രസ്സിംഗ് ആൻഡ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് റേഷ്യോസ്. Classification according to financial statements or structural classification or traditional classification. ഇത് ബേസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ഓർ ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റ് ആർ ലോസ് റേഷ്യോസ് ഉണ്ട്, കമ്പൈൻഡ് ഓർ മിക്സ്ഡ് റേഷ്യോസ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഓർ ഫൈനാൻഷ്യൽ റേഷ്യോസിൽ ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് കറണ്ട് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഐറ്റംസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലെയും ഐറ്റംസ് തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, ഇതൊക്കെ. പക്ഷേ ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻ. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, ലീവറേജ് റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇത് ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലിക്വിഡിറ്റി റേഷ്യോസിനെ നമുക്ക് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് എന്ന് പറയും. വാട്ട് ഈസ് ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫേംസ് എബിലിറ്റി ടു മീറ്റ്സ് ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി, ഷോർട്ട് ടേം സോൾവൻസി ഓർ ലിക്വിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
measure ability to pay current liabilities out of current assets. ഉദാഹരണത്തിന് കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, സൂപ്പർ ക്യുക്ക് റേഷ്യോ, ഇതൊക്കെ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി കറണ്ട് റേഷ്യോ. ഫൈനാൻഷ്യൽ റേഷ്യോസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്, വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. Other name of current ratio is working capital ratio or bankers ratio. Current ratio ഫോർമുല കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി അടുത്ത് നമുക്കറിയേണ്ടത് വാട്ട് ആർ ദി മെയിൻ കോമ്പണൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. Current assets is current cash in hand, cash at the bank, marketable or short-term securities, short-term investment, bills receivable, stock or inventories, sundry debtors, work in progress, prepaid expenses. And current liabilities include sundry creditors, bills payable, outstanding expenses, short-term advances, provision for tax, dividend payable. These three items included are. Then ഇപ്പോൾ കറണ്ട് റേഷ്യോ നമുക്ക് ചോദിക്കാം, എന്താണ് കറണ്ട് റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് തമ്മിലുള്ള ബന്ധമാണ്. പിന്നെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡാണ്, അത് 2:1 ആണ്. 2:1. കറണ്ട് അസറ്റ് 2 ആയിരിക്കുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ് 1 ആയിരിക്കും. ഇനി ഒരു ഹൈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫേംസിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഏബിളാണ് അതിൻ്റെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ എന്നുള്ളത്. കറണ്ട് ലയബിലിറ്റീസ് വെരി ഹൈ ലിക്വിഡിറ്റി റേഷ്യോ വന്നിട്ടുണ്ട്. ടു മച്ച് മണി ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്സ് ഓർ ടു മച്ച് ക്യാഷ് ഈസ് കെപ്റ്റ് ആസ് ഐഡിൽ ഓർ ടു മച്ച് ക്യാഷ് ബ്ലോക്ക്ഡ് ഇൻ സ്റ്റോക്ക്. ലോ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് നോട്ട് ഗുഡ് ആൻഡ് ഫേം ഫേസ് സ്ട്രഗിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്സ്. Then, so what are the limitations of the current ratio? It measures only the quantity of current assets and not the quality. Quality ബേസിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് റേഷ്യോയിൽ മെഷർ ചെയ്യുന്നില്ല. ഓൾ കറണ്ട് അസറ്റ്സ് ആർ ട്രീറ്റഡ് അലൈക്ക്. എല്ലാത്തിനെയും ഒരുപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഈസിലി ബൈ ഓവർ വാല്യൂയിങ് ദി കറണ്ട് അസറ്റ്സ് ഓർ എക്സ്ക്ലൂഡിങ് certain current assets. Next, what is window dressing? It's a practice of improving the current ratio through the manipulation of current assets and current liabilities. Current assetsലും current liabilitiesലും നമ്മൾ കൃത്രിമം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് റേഷ്യോയുടെ പൊസിഷൻ മെച്ചപ്പെടുത്തുന്നു. ആ ഒരു പ്രാക്ടീസിന് നമുക്ക് എന്ത് പറയാം, വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയാം. വിൻഡോ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻക്രീസിങ് ഇൻവെൻട്രി വാല്യൂസ്, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് purchase of fixed assets for cash, paying off current liabilities, selling a fixed assets for cash, considering short-term liabilities as long-term liabilities, delaying purchase of inventory on credit. Then current ratio കഴിഞ്ഞു. Then നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോനെ നമുക്ക് ലിക്വിഡ് റേഷ്യോ എന്നും പറയാം. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിക്വിഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ദ ഫോർമുല ഓഫ് ലിക്വിഡ് റേഷ്യോ ഈസ് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. സോ വാട്ട് ഈസ് ലിക്വിഡ് അസറ്റ്സ്? Liquid assets means assets which can be quickly convertible into cash without loss of money. ലിക്വിഡ് അസറ്റ്സ് കാണാൻ നിങ്ങൾ ആദ്യം കണ്ടുവച്ച കറണ്ട് അസറ്റ്സ് ഉണ്ടല്ലോ. എന്താണ് കറണ്ട് അസറ്റ്സ്? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ കറണ്ട് അസറ്റ്സിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡും ലെസ് ചെയ്താൽ മതി. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് 1:1 ആണ്. ഇനി കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസാണ് പറയുന്നത്. കറണ്ട് റേഷ്യോ വിത്തിൻ എ ഇയർ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, വിത്തിൻ എ മന്ത് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ക്യുക്ക് റേഷ്യോ. കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് 2:1 ആണ്. ക്യുക്ക് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് 1:1 ആണ്. കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറണ്ട് റേഷ്യോയിൽ കാണിക്കുമ്പോൾ ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു. കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റ്സ് കാണാൻ നമ്മൾ ഇൻവെൻട്രീസ് കൺസിഡർ ചെയ്യുമ്പോൾ ലിക്വിഡ് അസറ്റ്സിൽ
എന്തില്ല, സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തന്നിട്ട് കറണ്ട് റേഷ്യോ കാണാൻ പറയും. അല്ലാതെ ചിലപ്പോൾ കറണ്ട് റേഷ്യോസ് തരും, പിന്നെ അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ തന്നിട്ട് ബാക്കിയുള്ള ഫിഗേഴ്സ് കാണാൻ പറയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ഈസിയാണ്. കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ടാവും, കറണ്ട് ലയബിലിറ്റി, ദെൻ കറണ്ട് റേഷ്യോ കാണാൻ പറയണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് ഉള്ളത് നോക്കൂ. സൺഡേ ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ യു ഗെറ്റ് ദി എമൗണ്ട് ഓഫ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ദെൻ കറണ്ട് ലയബിലിറ്റീസ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, എക്സ്പെൻസസ് പേയബിൾ ആഡ് ചെയ്തു. സോ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3,50,000 ഡിവൈഡഡ് ബൈ 2 lakhs. ആൻസർ കിട്ടുന്നത് 1.75:1 ആണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. ആ 2:1 കുറവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കറണ്ട് റേഷ്യോയുടെ ആൻസർ. സോ നമുക്ക് എന്ത് എഴുതാം, ഇൻ്റർപ്രിറ്റേഷൻ ബിലോ സ്റ്റാൻഡേർഡാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും. ലിക്വിഡ് റേഷ്യോയാണ് ഇനി അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ആ കറണ്ട് അസറ്റ്സിൽ നിന്നും സ്റ്റോക്ക് പ്രീപെയ്ഡ് കുറയ്ക്കാം. അപ്പോൾ കിട്ടിയ ആൻസർ 2,03,000 ആണ്. കറണ്ട് ലയബിലിറ്റീസ് ഓൾറെഡി നമുക്കറിയാം 2 lakhs ആണ്. സോ ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 1.01:1 ആണ്. സ്റ്റാൻഡേർഡ് 1:1 ആണ്. സോ വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് ഗുഡ് ആണെന്ന് കൊടുക്കാം ഇൻ്റർപ്രിറ്റേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കറണ്ട് റേഷ്യോ 2.5, വർക്കിംഗ് ക്യാപിറ്റൽ 90,000. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലായിട്ട് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ 2.5:1. സോ കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി. 2.5 നിങ്ങൾ കറണ്ട് അസറ്റായിട്ടും 1 നിങ്ങൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടും എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. നിങ്ങൾ വേറൊരു കാര്യം അറിയാവുന്ന നമുക്ക് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ഹിൻഡ് തന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ നമുക്കറിയാമല്ലോ വർക്കിംഗ് ക്യാപിറ്റലാണെന്ന്. സോ 2.5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1.5. ദാറ്റ് ഈസ് കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ. അത് എത്രയാണ് തന്നിട്ടുണ്ട്, 90,000 ആണ് തന്നിട്ടുണ്ട്. ഹിയർ 1.5 ഈസ് ഈക്വൽ ടു 90,000. സോ 1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 90,000 ഡിവൈഡഡ് ബൈ 1.5. ദ ആൻസർ വിൽ ബി 60,000. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 60,000 എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ലയബിലിറ്റിയാണ്. 1ന് 60,000 ആണെങ്കിൽ ഇനി കറണ്ട് അസറ്റാണ് കിട്ടാനുള്ളത്. അതെത്രയാണെന്നറിയാം, 2.5 ആണ്. അപ്പോൾ 60,000 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു 1,50,000. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് അസറ്റ്സ്, ലിക്വിഡ് അസറ്റ്സ്, ഇൻവെൻട്രി, ഈ 3 കാര്യങ്ങളാണ് കാണേണ്ടത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയാണ്. ഇവിടെയും 2.5:1. 1 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി 50,000 ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 1 50,000 ആണെങ്കിൽ 2.5 എത്രയായിരിക്കും എങ്ങനെ കാണുക, 50,000 ഇൻറ്റു 2.5 1,25,000. ഇനി നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി. ഇനി എന്താ കാണേണ്ടത്, ലിക്വിഡ് അസറ്റ് കാണണം. അതിന് നമുക്കിവിടെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.5 ആണ് തന്നിട്ടുണ്ട്. അതിൽ കറണ്ട് ലയബിലിറ്റി അറിയാം, ആസിഡ് ടെസ്റ്റ് റേഷ്യോ അറിയാം. ഇനി നമുക്ക് എന്താ കിട്ടാനുള്ളത്, അതിൽ ലിക്വിഡ് അസറ്റാണ്. അപ്പോൾ ആസിഡ് ടെസ്റ്റ് റേഷ്യോയ്ക്ക് പകരം 1.5 കൊടുത്തു, ലിക്വിഡ് അസറ്റ് അതേപോലെ വെച്ചു, ബൈ കറണ്ട് ലയബിലിറ്റി 50,000. അപ്പോൾ അറിയാത്ത സംഭവത്തെ അവിടെ നിർത്തിക്കോളൂ. ലിക്വിഡ് അസറ്റ് ബൈ 50,000 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1.5 ഇൻറ്റു 50,000 75,000. ഓക്കെ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, കറണ്ട് അസറ്റ്സ് കിട്ടി, ലിക്വിഡ് അസറ്റ്സും കിട്ടി.
ഇനി നമുക്ക് സ്റ്റോക്കാണ് ഇതിൽ കിട്ടാനുള്ളത്. സ്റ്റോക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് നിന്ന് ലിക്വിഡ് അസറ്റ്സ് കുറച്ചാൽ മതി. കാരണം കറണ്ട് അസറ്റിൽ സ്റ്റോക്ക് ഉണ്ട്, ലിക്വിഡ് അസറ്റ്സിൽ എന്തില്ല? സ്റ്റോക്കില്ല. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണെന്ന് അറിയാം. എത്ര കിട്ടിയത്? 1,25,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ലിക്വിഡ് അസറ്റ്സ് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന തുകയാണ് എന്ത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ.